എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/4 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ലിറ്റർ പാലിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം ആകുമ്പോൾ നല്ല മധുരം വേണം, അതുകൊണ്ട് തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു 3 മാരിഗോൾഡ് ബിസ്ക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക, ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിലേക്ക് ഇത്തിരി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് കുതിർന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കുതിർന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഈ പാലിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം അത് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമ്മളത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് നമുക്കതൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ കുറുക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർക്കണം. അപ്പോൾ ഈ ബോട്ടിലിൽ ഇപ്പോൾ ഏകദേശം 1 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവൻ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോക്സിലേക്ക് ഇത് മാറ്റണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് മൂടി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ ആ ഒരു കൂളിങ് ഏറ്റവും മാക്സിമത്തിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുക. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ ഇത്തിരി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഫ്രീസറിലേക്ക് വെക്കണം. അപ്പോൾ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഇനി ഓപ്പൺ ചെയ്യുക. അതുവരെ നമ്മളിത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള നല്ല ഐസ്ക്രീമായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല കട്ടിയായിട്ടാണുള്ളത്. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് നോക്കാം. നല്ല തിക്കായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങളും കുട്ടികൾക്ക് വീട്ടിൽ ഐസ്ക്രീം തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതിനടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്